ഇല്ല. ഇപ്പോൾ ഗായകൻ KG മാർക്കോസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ മാർക്കോസ്, നമ്മളിവിടെ അദ്ദേഹത്തിൻ്റെ ലളിതഗാനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ഗാനമേളകളിൽ പങ്കെടുക്കുമ്പോൾ പോലും സാധാരണ ആളുകളൊക്കെ ആവശ്യപ്പെടുന്നത് സിനിമാ ഗാനങ്ങളാണ്. പക്ഷേ ഈ സൂചിപ്പിക്കുന്നത് പോലെ ഒന്നിനി ശ്രുതി താഴ്ത്തി അല്ലെങ്കിൽ സ്മൃതിതൻ എന്നൊക്കെ ചേർന്ന് ആരംഭിക്കുന്ന ലളിതഗാനങ്ങൾ അത് പലപ്പോഴും ഓഡിയൻസ് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ പോലും ജനകീയമാക്കിയിരുന്നു പല ഗാനങ്ങളെയും അദ്ദേഹം. എങ്ങനെയാണ് ഓർത്തെടുക്കേണ്ടത്? തീർച്ചയായിട്ടും എന്റെയൊക്കെ തുടക്കകാലത്ത് നമ്മൾ കേൾക്കുന്ന രണ്ട് ശബ്ദം, ഒന്ന് യേശുദാസിന്റെയും രണ്ടാമത് ജയേട്ടന്റെയും പാട്ടുകളാണ്. അപ്പൊ അന്നൊക്കെ ഈ പറഞ്ഞ പോലെ ശബ്ദത്തിലുള്ള വ്യത്യാസമൊന്നും നമുക്ക് വലുതായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും ജയേട്ടന്റെ പാട്ടുകളും ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കുന്ന പാട്ടുകളായിരുന്നു പൊതുവെ. പ്രത്യേകിച്ച് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി, ഹർഷഭാഷ് ബന്ദൂകി, അങ്ങനെ ഒരുപാട് പാട്ടുകൾ. ഞാൻ തന്നെ ഗാനമേളകളിൽ കൂടുതൽ പാടിയിട്ടുള്ളത് ദാസേട്ടന്റെ പാട്ടുകളാണെങ്കിലും ഇദ്ദേഹത്തിന്റെ ഒരു ഏകദേശം 30ഓളം പാട്ടുകള് ഒരു കമ്പനി ഇതുപോലെ എന്നെ കൊണ്ട് രണ്ടാമത് പാടിച്ച് ഇറക്കിയിരുന്നു. അപ്പോഴാണ് നമ്മൾ ആ പാട്ടിന്റെ ഒരു മഹത്വം മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നുന്ന പല പാട്ടുകളും പാടി വരുമ്പോ ആ ഒരു ഭാവത്തിലും ആ ഒരു അദ്ദേഹം കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ അത് ഭയങ്കരമാണ്. ഒന്ന്, രണ്ട്, അത് വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ലായിരുന്നു. ഇപ്പം നക്ഷത്രമണ്ഡല നട തുറന്നു, അതേപോലെ തിരുവാഭരണം, ആ പാട്ടൊക്കെ ഭയങ്കര എക്സ്പ്രഷനിലും അതുപോലെ സംഗതികള്, ഞങ്ങള് ക്ലാസിക്കൽ സംഗീതത്തിൽ പറയുന്ന സംഗതികളൊക്കെ അങ്ങ് ഒഴുകി മലവെള്ളം പോലെ അങ്ങ് ഒഴുകി വരികയാണ്. അപ്പൊ അത് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം പാട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എപ്പോ നമ്മൾ സംസാരിച്ചാലും മറ്റു കാര്യങ്ങളിൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കൂടുതലും സംഗീതം തന്നെയായിരുന്നു. ജീവിതത്തിലും അദ്ദേഹം ലാളിത്യമാണ് ഞാൻ അദ്ദേഹത്തിൽ കൂടുതൽ കണ്ടിട്ടുള്ളത്. കാരണം നമ്മളൊക്കെ കുറച്ച് എക്സ്പ്രഷനിൽ നടക്കും എല്ലാ തരത്തിലും. ആ ഒരു ഇത് കാണിക്കും, കുറച്ച് വേഷത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിലോ അല്ലെങ്കിൽ നമ്മൾ വന്നിറങ്ങുന്നതിലും ഒക്കെ കുറച്ചൊക്കെ ഒന്ന് കാണിക്കാറുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം ബസ്സിലും പോവും. കാരണം വർഷങ്ങൾക്ക് മുമ്പ് കലാഭവന്റെ ഒരു പരിപാടിക്ക് അദ്ദേഹം പാടിയിട്ട് രാത്രിയിൽ അദ്ദേഹം ട്രാൻസ്പോർട്ട് ബസ്സിലാണ് തൃശ്ശൂർക്ക് പോയത്. വർഷങ്ങൾക്ക് മുമ്പ്. അത് ദാസേട്ടനും വി വസന്ത അമ്മയും ജാനകി അമ്മയും ഒക്കെ പാടിയ ഒരു പരിപാടിയാണ്. പക്ഷെ സാധാരണ ഇന്നത്തെ കുട്ടികളാണെങ്കിൽ എനിക്ക് അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഹോട്ടലിൽ വേണം എന്നൊക്കെ പറയും. ഇത് രാത്രി പുള്ളി ബസ്സിലാണ് തിരിച്ച് തൃശ്ശൂരിന് പോയത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമാണ് എല്ലാ തരത്തിലും. അതേപോലെ പിന്നെ പാടാൻ വന്നാലും അതിനകത്ത് അതിന്റെ പൂർണ്ണത, പാട്ട് അദ്ദേഹം എങ്ങനെ പാടിയോ, റെക്കോർഡ് ചെയ്തപ്പോ എങ്ങനെ പാടിയോ അതേപോലെ തന്നെ ആയിരിക്കും വേറെ എവിടെ പാടിയാലും. വെറുതെ ഇരുന്ന് പാടിയാലും വീണ്ടും അത് എവിടെങ്കിലും ഗാനമേളയ്ക്ക് പാടിയാലും ഒക്കെ. ഈ പലപ്പോഴും ഈ ഗായകരെ കുറിച്ച് എന്റെ കേട്ടറിവ്, അവർ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാടുമ്പോൾ ഉള്ള ഒരു പ്രകടനം സ്റ്റേജിലൊന്നും കാഴ്ചവെക്കാൻ പറ്റില്ല എന്നാണ്. ഞാൻ തന്നെ ഇദ്ദേഹത്തിന്റെ സ്റ്റേജ് ഷോകളിൽ ആളുകൾ ആവശ്യപ്പെട്ട് ചില ഗാനങ്ങളൊക്കെ ആലപിക്കുന്നത് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ വരികളൊക്കെ അദ്ദേഹത്തിന് തെറ്റിപ്പോകാറുണ്ട്, കാരണം നിരവധി പാട്ടുകൾ പാടുമ്പോൾ. ഒരു കാര്യം കൂടി, തീർച്ചയായും ഇത് സമയോചിതമാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഒരു അദ്ദേഹത്തിനുള്ള ഒരു ട്രിബ്യൂട്ട് എന്ന നിലയിൽ താങ്കൾക്ക് പെട്ടെന്ന് ഓർത്തെടുത്തൊരു 4 വരികൾ ഓർത്തെടുക്കാൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു 10-30 പാട്ടുകൾ ഞാൻ വീണ്ടും പാടി ഫലിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 85-90% വരെ ഞാൻ അതിനകത്ത് ഭംഗിയായിട്ട് ചെയ്തു എന്നാണ് അത് കേട്ടിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്, ജയേട്ടന്റെ പാട്ടുകൾ. അങ്ങനെ നമുക്ക് വേണ്ടി ആലപിക്കാൻ പറ്റുന്ന ഒരു ആലപിക്കാൻ എന്റെ ചെറുപ്പത്തിലേക്ക് ഞാൻ ഒരുപാട് വേദികളിലൊക്കെ പാടിയിട്ടുള്ള ഒരു പാട്ട്, കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി. വളരെ നന്ദി ശ്രീ മാർക്കോസ്, ഞങ്ങളോട് പ്രതികരിച്ചതിന്, അദ്ദേഹത്തെ ഓർത്തെടുത്തതിന്.